ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഓരോ ദിവസവും ഞാൻ അവിടെ കരയുമായിരുന്നു. അത് എന്ത് ചെയ്യണം? ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സ് വരും? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഞാനവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു ദിവസം 23 എടുത്തിട്ടുണ്ട്. 23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ സങ്കടം നിറഞ്ഞ എന്നാൽ ഈ ലോകം മുഴുവൻ അറിയേണ്ട ഒരു വീഡിയോ ആണ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണണം. ആദ്യമായിട്ട് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി തുടക്കത്തിൽ തന്നെ ചാനൽ ഒന്ന് സബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ സഹോദരിമാർ നമ്മുടെ അച്ഛനെയും അമ്മയും എല്ലാം നല്ലോണം നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം ഒന്നുകൂടി കളറാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഗൾഫിലേക്ക് വണ്ടി കയറി വരുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട വണ്ടി കയറി വന്നിട്ട് സെക്സ് റാക്കറ്റിൽപ്പെട്ട അഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരി കാര്യങ്ങൾ തുറന്ന് നമ്മുടെ സമൂഹത്തോട് പറയുകയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട അബദ്ധങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാനോ മുഖം കാണിക്കാനോ ഈ കാര്യങ്ങൾ തുറന്നു പറയാനോ 99% സ്ത്രീകളും തയ്യാറാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സഹോദരി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. എനിക്ക് ഏതായാലും ഇതെല്ലാം പറ്റി, എൻ്റെ മുഖം ലോകം അറിയണം, എനിക്ക് പറ്റിയ കഷ്ടപ്പാടുകൾ തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഈ സഹോദരിയെ നമ്മൾ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല. പക്ഷേ അവരുടെ ഒരു ഗഡ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സഹോദരി പറയുന്ന ഒരു വാക്ക് മാത്രം കേട്ടാൽ മതി എൻ്റെ സഹോദരിമാർ, തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെല്ലാവരും ഓരോ ഭാര്യമാരെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. എന്നാൽ ഈ സഹോദരി പറയുകയാണ്, ഒരു ദിവസം 23 പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്ന, അതും നിവൃത്തികേട് കൊണ്ട് ഏർപ്പെടേണ്ടി വരുന്ന ഒരു രംഗം അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്രമാത്രം ക്രൂരമായ ദിവസങ്ങൾ ആ സ്ത്രീയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി. അതിനെ ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിവരം സമൂഹത്തോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അഞ്ജു എന്ന് പറയുന്ന ഈ സഹോദരി. തീർച്ചയായിട്ടും ഈ സഹോദരിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാവരും കാണണം. കാരണം നമുക്കൊന്നും ഒരു സിനിമയിലല്ലാതെ ജീവിതത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം നേരിട്ട് പറയുന്ന ഒരു സ്ത്രീയെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ജീവിതത്തിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന് ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, അതുപോലെ അച്ഛനും അമ്മയുമുണ്ട്, ഒരു ജ്യേഷ്ഠത്തെയുണ്ട്. അവരുടെയെല്ലാം ജീവിതം കരപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ കിട്ടിയ വിസയിൽ ഗൾഫിലേക്ക്, അതും ദുബായിലേക്ക് കയറി പോയതാണ്. അവസാനം സരിത എന്ന് പറയുന്ന ഒരു സിയാണ് ഇവർക്ക് വിസയൊക്കെ കൊടുത്തത്. അവസാനം അവിടെ പോയതിനു ശേഷം അവർ പറയുന്ന ഈ ചെപ്പടി വിദ്യ കാണിച്ചിട്ട് പേടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ പേടിപ്പിച്ചിട്ട് ഫ്ലാറ്റിലാക്കിയതിനു ശേഷം സ്പാ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ആൾക്കാരെ വിട്ടിട്ട് നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്ന ഈ സഹോദരിയുടെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് എന്തൊക്കെയാണ് ആ സഹോദരി പറയുന്നത് കേൾക്കാം. ഒരു മുഖം മറയ്ക്കണ്ട, ഒന്നും വേണ്ട. നാളെ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നുള്ള ഒന്നുമില്ല. ഞാൻ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു മാത്രം ഞാൻ ചിന്തിക്കുന്നത്. സമൂഹം അല്ലല്ലോ എന്നെ വിലയിരുത്തുന്നത്. സമൂഹം നല്ല രീതിയിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ എനിക്ക് വരത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി എന്താണ് അവിടുത്തെ പലപ്പോഴും നമുക്ക് അറിയത്തില്ല അവിടെ എന്താ സംഭവിക്കുന്നുള്ളൂ. അത് അഞ്ജു തുറന്നു പറയാൻ പോവാണ് അല്ലേ? എനിക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിനുവേണ്ട എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞാൽ അത് എങ്ങനെ നേരിടാനുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരു കമന്റിന്റെ പുറത്ത് പോലും ഞാൻ ഒരിക്കലും തളരാൻ പോകത്തില്ല. അല്ലെങ്കിൽ അത് നിങ്ങളിപ്പോൾ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ ഇതിന് എത്രമാത്രം എന്നെ കൊണ്ട് നാളെ ഒരുപാട് പേര് ആ കണ്ണോടെ കാണും. ഒരിക്കലും ഇല്ല. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുമെന്നല്ല, ഞാൻ സ്വയം വില കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് അവർ പറഞ്ഞ വാക്ക് തന്നെ തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും, എൻ്റെ മുഖം മറയ്ക്കുകയോ വേണ്ട. തീർച്ചയായിട്ടും ഞാൻ നാളെ നിങ്ങളോട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും പറയുകയില്ല. ഈ വീഡിയോ ലോകം കാണട്ടെ. എന്നിട്ട് എനിക്കെതിരെ വരുന്ന കമൻറ്റുകളൊന്നും തന്നെ എന്നെ ബാധിക്കുകയില്ല. ആരെങ്കിലും നമ്പർ എടുത്ത് വിളിക്കുകയോ ചെയ്താൽ അവർക്ക് കൊടുക്കേണ്ട മറുപടി എനിക്കറിയാം. വളരെ വ്യക്തമായിട്ട് ആ സഹോദരി ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ മുമ്പിലേക്ക്, ഈ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ വീഡിയോ ഞാൻ പറയുകയാണ്, 100% ആളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ 100 ആളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു സാമൂഹ്യ നന്മ കൂടിയാണ്. കാരണം നമ്മുടെ ഒരുപാട് സഹോദരിമാർ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഗത്യന്തരമില്ലാതെയും എല്ലാം അബുദാബിക്ക് ദുബായിലേക്കൊക്കെ വണ്ടി കയറുന്ന സഹോദരിമാരോടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാട്ടിൽ കിട്ടുന്ന വിസ കണ്ടിട്ട് നിങ്ങൾ ഓടിച്ചാടി വരരുത്. ഒരു കാരണവശാലും നിങ്ങൾ കയറുന്നതിന് മുന്നേ 100% ട്രാവൽസുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ടോ ഇത് എവിടെയാണ് പണി, എന്താണ് പണി, ഇത് 100% ക്ലിയർ അഗ്രിമെൻ്റ് ആണോ എന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും
ആയിരിക്കണം വണ്ടി കയറേണ്ടത്. അതിൻ്റെ മുന്നേ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഏതായാലും നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും 2-3 ആൾക്കാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതുക. എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം അവരുമായിട്ട് ബന്ധപ്പെടുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജോബില്ലെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് താമസിക്കാനും ഭക്ഷണം സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തരാനൊക്കെ അവർക്ക് സാധിക്കും. അതുകൊണ്ട് അതെങ്കിലും എല്ലാവരും ചെയ്യണം. കാരണം നാട്ടിലാരും അറിയാതെ കിട്ടുന്ന വിസയ്ക്ക് ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ പറയുന്ന കാര്യത്തെ കേട്ടിട്ട് സ്പായാണ്, അവിടെ ഒഴിച്ചലാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഇനി സഹോദരി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇടതടവില്ലാതെ നിങ്ങൾ കേൾക്കണം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് പോലും എനിക്ക് സംശയം. അത്രയും മാത്രം കഷ്ടപ്പാടുകൾ ആ സഹോദരി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നു. കേൾക്കാം നമുക്ക് അവരുടെ അനുഭവങ്ങൾ. ആരെയാണ് ഒരു സ്ത്രീയാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി. അപ്പൊ അവളെ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ചിന്തിച്ചെടുക്കാനുള്ള കഴിവില്ലായിരുന്നു സെക്സിന്റെ ആണെന്നുള്ള കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, രഞ്ജുവിന്റെ ഇവിടുത്തെ ജീവിതം വളരെ കഷ്ടമാണോ? വളരെ കഷ്ടം. ഞാനിവിടെ ഒരു മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അത് കഴിഞ്ഞ് അവള് പോയി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവാ. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആ സെക്സ് ട്രാക്കിന്റെ രീതിയിലല്ല ഞാൻ പോയത്. ഒരു എൻ്റെ ഉണ്ടായ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. അവർ എനിക്ക് അവിടെ ഒരു ഓഫർ ട്രൈ വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ചെന്നിട്ടും ഞാൻ എൻ്റെതായ നേരായ വഴിക്ക് പോയിട്ടും എനിക്ക് അവിടെ ചെന്നപ്പോൾ അനുഭവപ്പെട്ടത് ഈ സെക്സ് റാക്കറ്റിലാണ് പെടുന്നത്. ഈ ആയുർവേദം ഞാൻ ആദ്യമായിട്ട് ഇത് അറിയുന്ന വെച്ചാൽ അമൃത ആയുർവേദ കോളേജ്, അതൊക്കെയാണ്. എൻ്റെ അമ്മായിയമ്മ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പം അങ്ങനെയുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പം അതിൻ്റെ മറവിൽ അവർ സെക്സ് 100 ദറംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറിയിട്ട് സെക്സ് അവർ ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും കൂടുതലിരുന്ന് മലയാളികളാണ്. അതും എനിക്കറിയാവുന്നതും എൻ്റെ പരിചയം ഒരുപാട് ആൾക്കാരും അത് വീണ്ടെടുത്തോളം പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ കരുതി എന്നെ രക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ. പക്ഷേ ശരിക്കും പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം, ഫോണൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നതല്ല. എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജീവിച്ചൊരു പെൺകുട്ടിയല്ല, ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എന്നിട്ട് മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു എന്നെ അവിടുന്ന് മാറ്റി ഒരു നല്ല സേഫായ സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് അവിടുന്ന് എന്നെ വന്ന് ഓരോ ആൾക്കാരും പിന്തുടർന്ന് പുറകിൽ വന്ന് അവർക്കും പേടിയായിപ്പോയി. കാര്യം ഇത് നടത്തുന്ന ആൾക്കാർക്കും പേടിയായിപ്പോയി. ഞാൻ ദുബായ് ദൈറയിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ദൈറ മാത്രമല്ല, അവിടെ അജ്മാൻ, ഷാർജയിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല, അജ്മാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്പായുടെ മറവിലും അതുപോലെ ഫ്ലാറ്റുകളിലും ഒക്കെയാണ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫാമിലി താമസിക്കുന്ന രീതി താമസിച്ചിട്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആണുങ്ങളെ വിളിച്ചു വരുത്തി. അത് കൂടുതൽ വരുന്ന മലയാളികളാണ് വരുന്നത്. അതാണ് ഇതിന്റെ ഒരു വൈചിത്ര്യം അല്ലേ? അപ്പൊ ഈ മലയാളീസ് ശരിക്കും സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ വരുന്നത്. അതെ. അപ്പൊ എന്നിട്ട് വേറെ എന്താ അർത്ഥമല്ലേ? അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് അവസ്ഥ പറയുമ്പോഴത്തേക്ക് അനത്ത് എനിക്കൊരു 7 പേരുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് എന്നെ രക്ഷിച്ചത്. എന്റേതായ രീതി ഇവരോടൊക്കെ പറയോ? അവരോട് പറയും. ഞാൻ ഓൾറെഡി അവർ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ പൈസ വാങ്ങിച്ച് നമ്മൾ റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ആവശ്യപ്പെടുന്ന ഡ്രസ്സ് ഊരാനൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനൊരു താല്പര്യമില്ല. പക്ഷെ ഞാൻ ആദ്യം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു 7 മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നു. അത് കേട്ടിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നെ മാറ്റിയത്. ബാക്കി വന്നവരെല്ലാവരും എന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കാരണമില്ല. കാര്യം ആ സമയത്ത് എനിക്ക് എനിക്ക് എൻ്റെ ജീവൻ നിലർത്തുക എന്നുള്ളതല്ലാതെ അതിന് തയ്യാറായി കൊടുക്കാൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു. കാര്യം എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മോനും ഉണ്ട്. എനിക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾ ട്വിൻസ്. എന്നെ പോലെ ഒരാളും കൂടെ ഉണ്ട്. പിന്നെ ചേച്ചിയുണ്ട്, അച്ഛനമ്മ, അവരെയൊക്കെ നോക്കുന്നത് ഞാൻ. ഒരു സമയം വരെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വരെ അവരെ നോക്കും. ഞാൻ നല്ല രീതിയിൽ ഞാൻ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതെല്ലാം നാട്ടിൽ തിരിച്ചു പോയി എനിക്കത് അറിയിക്കണം. എന്നെപ്പോലെ ഒരുപാട് പിള്ളേർ അവിടെ നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് രക്ഷിക്കുമെന്നും പറഞ്ഞ് ഓരോരുത്തർ പറയുമ്പോൾ എന്ത് ചെയ്യണം. കൂടുതൽ മലയാളീസ് അതിനകത്ത് അറിഞ്ഞു വരുന്ന ആൾക്കുണ്ട്. അത് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവർക്കൊന്നും ഒരു കുറ്റബോധം ഇല്ല. അവിടെ മകനാണോ വരുന്നത് അല്ലെങ്കിൽ എന്തോ ആങ്ങളാണോ ഒന്നും നോക്കാതെ അവർക്ക് എല്ലാം ഈസി ആയിരുന്നു. എല്ലാവർക്കും പലരും അബുദാബിയിലും പലയിടത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യുന്നവരും ഉണ്ട് അവിടെ. ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പൈസ തരുമോ? അവിടെ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഇവർ പോസ്റ്റൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നമ്പർ വാങ്ങിച്ച് ഇവർ സേവ് ചെയ്തിടും. എന്നിട്ട് പോസ്റ്റ് ഒക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മല്ലു കമ്മിങ് എന്നൊക്കെ പറഞ്ഞിടും. അപ്പോഴത്തേക്ക് പുതിയ ആളുകൾ പെണ്ണുങ്ങൾ വന്നും പറഞ്ഞ് കുറെ ആൺപിള്ളേർ ഇങ്ങനെ വരും. ടിപ്പൊന്നും അല്ല,
തരത്തില്ല, ടിപ്പായിട്ടൊന്നും തരത്തൊന്നുമില്ല. ഇവർ അതിൻ്റെ അവിടെ നിർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഗേറ്റ്മാൻമാരായിട്ടൊക്കെ പെടും. പക്ഷെ അവരും ഇതിനകത്ത് നിരപരാധികളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അകത്ത് എന്താ നടക്കുന്നതെന്ന്. അവരും ഇപ്പം നമ്മളെപ്പോലെ ഓരോരോ വീടിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് വരുന്നതാണ്. അവർ ആ നിൽക്കുന്ന ഗേറ്റ്മാൻമാരാണെങ്കിലും പറയുന്നില്ല നിങ്ങൾ അകത്ത് ഇന്നത് ചെയ്യുമെന്ന് പറയുന്നില്ല. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നിൽക്കുന്നവരാണ്. പക്ഷെ ഇതിൻ്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എടുത്തിടുക, അതിനകത്ത് ഒരു 2 ജോലിക്കാരെ നിർത്തുക, അതിനകത്ത് ഇങ്ങനെ സെക്സ് വർക്ക് എടുക്കാൻ വേണ്ടി പെമ്പിള്ളേരെ കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ ഓണറുകൾ പ്രത്യേകം മാറി താമസിക്കുക. അതാണ് അവർ ചെയ്യുന്നത്. വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഓണർമാർ വരുന്നത്. അതിനകത്ത് ആ നിൽക്കുന്ന അത്രയും ആൾക്കാർ നിരപരാധികളാണ്. പറഞ്ഞതുപോലെ തന്നെ ആയുർവേദ സ്പാ എന്ന് പറഞ്ഞിട്ടാണ് ഈ സഹോദരിയെ അങ്ങോട്ട് കൊണ്ടുപോയത്. 100 ദിർഹം കൊടുത്തിട്ടാണ് അകത്തേക്ക് ആളെ കയറ്റി വിടുന്നത്. പിന്നെ അകത്ത് ആളെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പൈസയും കൊടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം തുണി ഉരിയാനൊക്കെ ആവശ്യപ്പെടും. അത് അവിടുത്തെ ഒരു രീതിയാണ്. അത് അവിടെ പോകുന്ന കസ്റ്റമർക്ക് എല്ലാം അറിയുന്നതാണ് എന്ന് തന്നെയാണ് ആ സഹോദരി പറയുന്നത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. അബുദാബിയിലും അജ്മാലും ദേരയിലും എല്ലാം ഈ സഹോദരിയെ കൊണ്ടുപോയിട്ടുണ്ട്. 7 മലയാളികൾ മാത്രമാണ് കുറച്ചെങ്കിലും മനുഷ്യത്വം ഈ സഹോദരിയോട് കാണിച്ചത്. കാരണം വന്ന കസ്റ്റമറോട് ഈ സഹോദരി തുറന്ന് പറയുകയാണ്, ഞാൻ ഈ പണിക്കല്ല വന്നത്, ഞാനിവിടെ പെട്ടുപോയതാണ്, എനിക്കിത് മനസ്സിനെ തൃപ്തിയോടുകൂടി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോൾ തിരിച്ചുപോയ 7 മലയാളികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കാമക്കടുകളായിട്ട് വൃത്തികെട്ട കണ്ണുകളോട് കൂടി മാത്രമാണ് ആ സഹോദരിയെ സമീപിച്ചത് എന്ന് പറയുന്നു. പിന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾ വരെ അവിടെ ഇത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നും പണത്തിന് വേണ്ടി എത്ര വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് ആൾക്കാർ തയ്യാറാണ് എന്ന സഹോദരി പറയുകയാണ്. പിന്നെ റൂം എടുത്തിരുന്ന മലയാളികളുടെ കാര്യങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ മുതലാളിമാരെല്ലാം തന്നെ നമ്മുടെ മലയാളികളാണ്. അവരിങ്ങനെ ഫ്ലാറ്റ് എടുത്ത് അവിടെ ഇടുന്നു, അതിനുശേഷം 2 ജോലിക്കാരെ അവിടെ വെക്കുന്നു, കുറച്ച് പെൺകുട്ടികളെ റൂമിലേക്ക് ആക്കുന്നു, അതിനുശേഷം അവരവിടെ നിന്ന് മുങ്ങുകയാണ്. കാരണം പോലീസ് വന്നാലോ റെയ്ഡ് വന്നാലോ ചെക്കിംഗ് വന്നാലോ ഒന്നും തന്നെ അവരെ പിടിക്കാൻ വേണ്ടി സാധിക്കില്ല. അവർ രാത്രി വൈകുന്നേരം എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അവർ വരുന്നു, കണക്ക് നോക്കുന്നു, ഇവർക്കുള്ള പൈസ കൊടുക്കുന്നു, കിട്ടിയ ബാക്കി എടുത്തിട്ട് അവർ സ്ഥലം കാലിയാക്കുന്നു. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടിനൊക്കെ പോയിരുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും ദയവ് ചെയ്തിട്ട് ഇനി നിങ്ങളോ നശിച്ചു, ബാക്കിയുള്ളവരെ കൂടി ദയവ് ചെയ്ത് നിങ്ങൾ നശിപ്പിക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് നിങ്ങളോടുള്ളൂ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സഹോദരി പറയുന്നുണ്ട്, നമുക്ക് അതോടി കേൾക്കാം. ഇവിടെ ചെല്ലുമ്പോൾ എത്ര സ്ത്രീകൾ പെട്ട് കിടക്കുന്നുണ്ട്? എന്നെ അവർ അബുദാബി കൊണ്ടുപോയിട്ടുണ്ട്, അതേപോലെ അജ്മാൻ, പിന്നെ ദേറ, അജ്മാൻ തന്നെ 2-3 സ്ഥലങ്ങൾ കൊണ്ടുപോകും. അവിടെ ഇഷ്ടംപോലെ മലയാളി പെമ്പിള്ളേർ, ഹരിപ്പാട് വരെയുള്ള കുറേ പെമ്പിള്ളേർ, എനിക്ക് അറിയാവുന്ന ആൾക്കാർ വരെ ഇഷ്ടംപോലെ. എനിക്ക് കണ്ടാലും അറിയാം, എനിക്ക് അവരെക്കുറിച്ച് പറയുന്നത് യാതൊരു മടിയില്ല. ഇപ്പം ഞാനത് പറയുക തന്നെ ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവരോട് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിന് മുന്നേ അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവരൊക്കെ അതൊരുമാതിരി നല്ല ജോലി എന്ന രീതിയിൽ എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരാരും രക്ഷിക്കത്തില്ല നമ്മളെ. അവർക്കൊക്കെ പൈസ മതി. പൈസയുടെ അതിനകത്ത് എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യം നല്ല രീതിയിൽ അവർക്കറിയാം. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ടാക്കി. ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ, എനിക്ക് അറിയാവുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പരിചയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ ചേച്ചി ഫ്ലിപ്കാർട്ടിൽ അറിയുന്നില്ല. ആ ചേട്ടനൊക്കെയാണ് എന്നോട്, പിന്നെ അവരൊക്കെ അങ്ങനെ എന്നെ അറിയുന്ന അങ്ങനെയാണ്. ചേച്ചി ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ സാധനം വാങ്ങുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ അങ്ങനെ അവിടെ വന്നപ്പോൾ ചോദിച്ചു, അനിയത്തിയല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണ്, എന്നെ അങ്ങനെ അറിയാം. അപ്പോൾ ആ പുള്ളി ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ആ പുള്ളി മാസ്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നിട്ടുണ്ട്, മോളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് അറിയാനൊക്കെ തുടങ്ങിയത്. പിന്നെ അല്ലാണ്ട് അവിടെ കുറച്ച് ആൾക്കാരും അതുമല്ല അവിടെ നിന്ന് ഞാൻ അജ്മാനിൽ ഒരു ഫ്ലാറ്റിൽ പെട്ടുപോയപ്പം അവിടെ നിന്നൊരു ഗൈഡ്മാൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൊക്കെ ഉൾപ്പെട്ടായിരുന്നു എന്നെ അവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എത്ര നാൾ നിന്നായിരുന്നു ഗൾഫിൽ? അവിടെ ഞാൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു 3-4 മാസത്തോളം എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ സേഫ് ആയിരുന്നു. ജോലിയാണല്ലോ ചെയ്യുന്നത്. എങ്ങനെ അത് കീഴ്പ്പെട്ട് കൊടുക്കുന്നു? ഇവർ നിർബന്ധിക്കും, എന്താണ് ചെയ്യുന്നത്? നിർബന്ധിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടൊന്നും അല്ലല്ലോ ഇവർ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ പാസ്പോർട്ട് എല്ലാം വാങ്ങിച്ചിട്ട് ഇവർ നമ്മളെ നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ വിസിറ്റിൻ്റെയും ടിക്കറ്റിൻ്റെ പൈസ നിങ്ങൾ തരണം, അത് ജോലി തരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പോലീസ് അങ്ങനെ ചെയ്യും, ദുബായ് പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പേടിപ്പിച്ച് നിർത്തിയേക്കും. അപ്പം നമ്മൾക്ക് ഈ ദുബായ് പോലീസിനെ കുറിച്ച് അറിവെന്നൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ ഫോൺ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ വാർത്തകൾ കണ്ട് അപ്പോൾ ആ ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ ചോദിക്കും അവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്. പക്ഷേ അതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ വിസിറ്റ് തീർന്നിട്ട് ഞാൻ 2 കൽപ്പിച്ചിട്ട് ഞാൻ അലൈൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. എൻ്റെ വിസിറ്റ് തീർന്നു. അങ്ങനെ അവിടെ എന്നെ ഒരു 10 ദിവസം പോലും തികച്ചിർത്തില്ല. അവരെനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1900 ദിർഹംസ് അടിച്ച് എൻ്റെ വിസിറ്റിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് എന്നെ അവിടെ നിന്ന് നിസ്സാരം പോലും ഇറക്കി വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ പോലീസുകാരൊന്നും യാതൊരു ക്രൂരന്മാരല്ല. അവരെല്ലാം ന്യായത്തിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. അവരെയും പറഞ്ഞു പറ്റിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ മാതിരിയുള്ള അഹങ്കാരങ്ങൾ കാണിക്കുന്നത്. ജീവിതത്തിൽ വില്ലന്മാരായിട്ട് വന്നത് മുഴുവൻ മലയാളികളാണ്.
കുട്ടികളാണ്. അതെ അതെ, മലയാളീസിന് യാതൊരു കാരുണ്യമില്ല. ആദ്യമൊക്കെ ഇവർ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഓരോരോ ഇത് കാണുമല്ലോ, അപ്പോൾ സമയം എടുക്കാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു പെണ്ണ് ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇത്രയും സമയം എന്തായാലും വേണ്ടി വരത്തില്ല, അതും മാസങ്ങളോളം വേണ്ടി വരത്തില്ല. അപ്പോൾ അതൊക്കെ ഇവരെല്ലാം അറിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാനിവരൊക്കെ വിശ്വസിച്ച് പോയി. നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരല്ലേ, ആ ഒരു മൈൻഡിലാണ് നമ്മൾ അവരെ ഇന്നലെ നാളെങ്കിലും ഒന്നര രക്ഷപ്പെടുത്തുന്ന ഒരു ഇത് ഇരുന്നത്. ഇങ്ങനെ പെട്ടുപോയാൽ സാധാരണ ആരും ക്യാമറയ്ക്ക് പറയുന്നത് വളരെ അപൂർവമാണ്. ഇപ്പൊ രഞ്ജു എന്താ അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുഖം പോലും മറക്കണ്ട എന്ന് പറയുന്നു. അത് പറയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചൊരു പെണ്ണല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കുഞ്ഞിലേ മുതലേ എൻ്റെ വീട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് ജീവിച്ച് ഞാൻ നല്ല അന്തസ്സുള്ള ഒരു ജോലി, ഇൻഡസ്ഇൻഡ് ബാങ്കിലെ മൈക്രോ ഫിനാൻസ് നല്ലൊരു ജോലി ഞാൻ ജീവിച്ചൊരു പെൺകുട്ടിയാണ്. 1.5 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തത്. ആ വർക്കിൻ്റെ സമയത്ത് ഞാൻ ഇവിടുന്ന് എസ്എം ഇറങ്ങുന്ന സമയത്ത് എൻ്റെ സാറന്മാർ നേരിട്ട് ചോദിച്ചു മേഡം ഇറങ്ങണോ എന്നൊരു വാക്ക് വെച്ച് അപ്പോഴും അനിയത്തെ കല്യാണം കഴിപ്പിക്കണം, വീട് നല്ല രീതിയിൽ പുതുക്കി പണിയണം, ആ ഒരു ആഗ്രഹമാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ തെറ്റുകാരിയായിട്ടാണ് തിരിച്ച് നാട്ടിൽ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു നിയമവും പോലീസുകാരും പോലും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവർക്കൊരു വാർത്ത കിട്ടി, ആ സമയത്ത് അവർക്ക് കൊണ്ടുനടക്കാൻ വേണ്ടിയുള്ള ഒരു ഹൈലൈറ്റ് അത്രയുള്ള അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു മോളുണ്ട്, എനിക്ക് ആ നാളെ അത് അവിടെ ഭാവിയെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മറിഞ്ഞിരുന്നിട്ട് ഞാൻ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്, അത് അന്വേഷിക്കണമായിരുന്നു, ആ പോകണമായിരുന്നു. അപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കി അത് പുറലോകം അറിയിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല എന്നെപ്പോലെ ഒരുപാട് പെൺപിള്ളേർ അവിടെ ഇപ്പോഴും പെട്ടുകിടപ്പുണ്ട്, ഈ സമയത്തും പെട്ടുകിടപ്പുണ്ട്. അതും ഒന്നും അറിയാതെ പോയി ഇപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അതും ഈ അച്ഛനും അമ്മമാരെയും കൂടെ തെറ്റുകൊണ്ട് കാരണം മക്കൾ എവിടെയൊക്കെ പോകുന്നെന്നുള്ള കാര്യം ആരും അന്വേഷിക്കുന്നില്ല. അത് മാത്രമല്ല അവിടെ വരുന്ന ഓരോ ആൺപിള്ളേരും പെൺപിള്ളേരെ കൊടുക്കാൻ വേണ്ടി വരുന്നതല്ല, അവർക്കും കുടുംബമുള്ളതല്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ എന്ന് പറഞ്ഞായിരിക്കും അവർ 100-200 കൊടുത്ത് അവിടെ വരുന്നത്. അതിനകത്ത് എല്ലാവരും ഒരു പെണ്ണിൻ്റെ സ്നേഹത്ത് കൊടുക്കുന്നില്ല. അതെനിക്ക് അവിടെ വന്നുള്ള അനുഭവം മാത്രമാണ്. അപ്പോൾ അവർക്കൂടെ അതും ലാസ്റ്റ് വരുന്ന ആണുങ്ങളുടെ മണ്ടയ്ക്കാണ് വരുന്നത്. ആണുങ്ങൾ കാരണമാണ്, എല്ലാവരും മൊത്തം സ്ത്രീ സമൂഹത്തെ മാത്രമേ പൊക്കി അറിയത്തുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ ആൺപിള്ളേർ കാരണമാണ് എല്ലാ പെണ്ണും രക്ഷപ്പെട്ട് പോകുന്നത്. ആണുങ്ങളുടെ ഇത് കഴിവുകൊണ്ട് മാത്രമാണ് ഞാനവിടെ രക്ഷപ്പെട്ടത്, അല്ലാതെ ഒരു പെണ്ണിനെ കഴിവുകൊണ്ടല്ല. ഈ രക്ഷിച്ച ആൾക്കാർ എന്നെ ഉപയോഗിച്ചിട്ടില്ല. ആണുങ്ങളായിട്ട് ഏറ്റവും കൂടുതലും പെണ്ണുങ്ങളാണ് ഇതിനകത്ത് അതിന്റെ മെയിനായിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ആലപ്പുഴയും എല്ലാ ജില്ലകളിൽ നിന്ന് ഓരോരോ ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോഴും അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞു വന്നത് അല്ലേ? മുഖം മറക്കണോ? വേണ്ട, എനിക്ക് മുഖം മറക്കണ്ട, ഒരാവശ്യമില്ല. എന്തിന് ഇല്ല, ഞാനിപ്പോ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ നമ്പർ തപ്പിയൊക്കെ എടുത്ത് വിളിച്ചാലും ഞാൻ കൊടുക്കുന്ന മറുപടി ഞാൻ കൊടുക്കും. കാര്യം പുറലോകം അറിയണമെന്നുള്ളത് എൻ്റെ കൂടെ ആവശ്യമാണ്. എൻ്റെ എനിക്ക് ഒരു മോളൊരു മോനുണ്ട്, അവർ നാളെ വളർന്നു വരുവാണ്. നാളെ അവർക്കൊരു അവസ്ഥ എന്ന് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ അന്ന് അത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു അവസ്ഥ വരത്തില്ലല്ലോ. അപ്പം എന്നെപ്പോലെ ഞാൻ വളർത്തുന്ന പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിസ്സാര സമയം കൊണ്ട് അവരെല്ലാം കളഞ്ഞത്. ഞാനിപ്പോ ഇവിടെ കല്യാൺ സിൽക്സ് ജോലിക്ക് കയറിയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് അറിയട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോ എവിടെ ഒരു ജോലിക്ക് ചെന്നാലും ഞാൻ എൻ്റെ പാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറാറുള്ളൂ. കാരണം എന്നെ കുറിച്ച് ഒരാൾ മറ്റുള്ളവരോട് പറഞ്ഞറിഞ്ഞു ഇതിനെക്കാട്ടി നല്ലത് ഞാൻ പറഞ്ഞറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിയാത്തതല്ല, അല്ല അറിഞ്ഞിട്ട് ആരും അറിയാത്ത നടക്കുന്നതാണ്. അല്ല, ഇങ്ങനെ ധൈര്യപൂർവ്വം വന്നേക്കുന്നത് ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പലരും മൂടി വെക്കും, പക്ഷെ ധൈര്യപൂർവ്വം പറയുന്നു അല്ലേ? അത് നാളെ ഒരു സമയത്ത് തെറ്റാൻ തോന്നിയാലോ? ഒരിക്കലും തോന്നത്തില്ല. കാരണം ഞാൻ അറിഞ്ഞു പോയി ചെയ്ത തെറ്റല്ല, ഇതൊക്കെ തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഓരോ ദിവസം ഞാൻ അവിടെ കരയുമായിരുന്നു. എന്ത് ചെയ്യണം? ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സ് വരും? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഞാൻ അവിടെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എടുത്തിട്ടുണ്ട് 23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ പിഴിഞ്ഞെടുക്കുവരല്ലേ? ഒരു ദാക്ഷിണ്യമില്ല. ഇതിപ്പോൾ ഞാൻ പുറത്ത് പറയുമ്പോൾ പല ആൾക്കാരും പല രീതി കമൻറ്റ് ഇടും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. സത്യം എന്താണ്, ഞാൻ എന്താണ് അനുഭവിച്ചുള്ള എനിക്ക് ബോധമുള്ള കാര്യം മറ്റുള്ളവർ പറയുന്ന ഒരു വാക്കുകളും എന്നെ എൻ്റെ കുടുംബത്തെ കേൾക്കത്തില്ല. ഇത്ര വേദനാജനകമായ ഒരു കാര്യമാണ്. ആ സഹോദരി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. 4 മാസത്തോളം മാത്രമാണ് ആ സഹോദരിക്ക് ഈ ഒരു ജോബുമായിട്ട് കഴിയേണ്ടി വന്നത്. ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് വേദനകൾ ആ സഹോദരി സഹിച്ചു. ആ സഹോദരി പറയുകയാണ്, എനിക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട്, അതുപോലെ തന്നെ ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, അച്ഛനമ്മയുണ്ട്. അവരെല്ലാം നോക്കേണ്ട കഷ്ടപ്പാടുകൾ വിചാരിച്ചാണ് ഗൾഫിലേക്ക് വണ്ടി കയറിയത്. അവസാനം അത് ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ഒരു രീതിയിലേക്ക് ആയിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം വാങ്ങുന്ന ചേച്ചിയുടെ ഒരു കസ്റ്റമർ അവിടെ വന്ന സമയത്താണ് ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം
ശേഷമാണ് ഈ പുറലോകവുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുകയും അതിനുശേഷം അവിടെ നിന്ന് രക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടത്തിയത് എന്ന് പറയുന്നു. ഏതായാലും അവസാനം ചില മലയാളികളെങ്കിലും മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണ് ആ സഹോദരിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചത്. പിന്നെ അവസാനം പറഞ്ഞ ആ സഹോദരിയുടെ കണ്ണുനീരിൽ ഉണ്ട് എല്ലാ വർത്തമാനവും. ഒരു ദിവസം 23 പുരുഷന്മാരടക്കം ആ വൃത്തികേടിന് ആ റൂമിലേക്ക് കയറിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു സഹോദരിയുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എത്രമാത്രം ഒരു മൃഗം പോലും ഇത്രയും അധപതിക്കുമോ എനിക്ക് സംശയമാണ്. കാരണം മനുഷ്യൻ്റെ ഒരു കാര്യമാണ്, പണത്തിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ ഈ തൊഴിൽ ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഇത്തരത്തിൽപ്പെട്ട സ്പാലേക്കും സാലൂണിലേക്കും എല്ലാം കിട്ടുന്ന വിസ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് 100% ഒഫീഷ്യലാണ് എന്ന് നിങ്ങളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമും നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറി വരിക. അല്ലാതെ ഗൾഫിൽ വന്നിട്ട് ജീവിതം നശിപ്പിച്ച് അവസാനം നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കേണ്ട ഒരു അവസ്ഥ വരും. ഏതായാലും ഈ സഹോദരികളുടെ ഗഡ്സ് തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. 100% ഇത്തരത്തിൽപ്പെട്ട സഹോദരിമാരാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് പോയി പെട്ടത് കൊണ്ട് അവരുടെ ഒരൊറ്റ തീരുമാനം കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് സഹോദരിക്ക് രക്ഷപ്പെട്ടു വരാൻ വേണ്ടി ഇന്നെങ്കിലും സാധിച്ചത്. ഇനിയും ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തെ പോറ്റുമെന്നും എൻ്റെ മുഖം നിങ്ങളെല്ലാവരും കാണുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല, സമൂഹം ഇത് കാണണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടി ധൈര്യത്തോടു കൂടി പറയുന്ന ഈ സഹോദരിയെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുക തന്നെ വേണം. ഏതായാലും ഭാവിയിലെങ്കിലും ഇത്തരത്തിൽപ്പെട്ട വിസകളൊക്കെ എടുത്ത് ഗൾഫിലേക്ക് പായുന്ന സ്ത്രീകൾ ദയവ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം പോകുക. വീണ്ടും ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്, വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. ഈ വിവരങ്ങളെല്ലാം ലോക മലയാളികളടക്കം നമ്മുടെ അധികാരികളടക്കം കാണട്ടെ. എന്നിട്ട് ബാക്കിയുള്ളവരെയെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഒരുപാട് സഹോദരിമാർ അവിടെ പെട്ടുകിടക്കുകയാണ് കണ്ണീരുമായിട്ട് എന്ന് പറയുന്നു. അവരെ രക്ഷിക്കാനെങ്കിലും നമ്മുടെ നിയമ സംവിധാനത്തിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ് കൂടി ചെയ്യുക. ഏതായാലും മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.